This is day one of my content creation. My name is Sharat. I am 25 years old. Content. ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണം എന്നുള്ളത്. പക്ഷെ എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിട്ടില്ല. നമ്മളെപ്പോഴും അത് മൈൻഡിൽ തോട്ട് ചെയ്തുകൊണ്ട് വെച്ചിട്ട് മാത്രം കാര്യമില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് 30 സെക്കൻഡിന്റെ ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. അതായത് ഒരു ചെക്കൻ വന്നിട്ട് ഒരു മല ക്ലൈംബ് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ്. ഒരു കൂറ്റൻ മല. അപ്പോ അതിന്റെ താഴെ പോയിട്ട് നിൽക്കുന്ന സമയത്ത് അവനത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നത് സമയത്ത് അത് അവന് ചുറ്റും ആൾക്കാരാണ് പരിഹസിക്കുകയാണ്. നിന്നെ കൊണ്ട് പറ്റില്ല, യു കാൺ ഡു ഇറ്റ്. അവനവര് പറയുന്നൊന്നും വക വെക്കാതെ ക്ലൈംബ് ചെയ്യാം. ഫസ്റ്റ് കുറച്ച് കയറി വീഴുന്നു. അപ്പൊ അവര് നോക്കി ചിരിക്കാന്ന്, ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴേ നിന്നെ കൊണ്ട് പറ്റില്ല, ഇത് കൂറ്റൻ മലയാണ്, കേറാൻ പറ്റില്ല എന്ന് പറഞ്ഞതല്ലേ. വീണ്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീണ്ടും കയറാണ്, വീണ്ടും വീഴുക, വീണ്ടും കയറുകയാണ്, വീണ്ടും വീഴുക. അറ്റ് ലാസ്റ്റ് കുറെ പരിശ്രമത്തിന് ശേഷം അവൻ മുകളിൽ എത്തിച്ചേരാണ്. ടോപ്പിലേക്ക് എത്തിയിട്ടാണ് അവൻ ആ മലയിനെ നോക്കുന്ന സമയത്ത് ആ മലയുടെ മുകളിൽ നിന്ന് ഫുള്ള് അവന് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഫുള്ള്, ആ വേൾഡ് ഫുള്ള് കാണുകയാണ്. അപ്പോഴാണ് അവൻ വിചാരിക്കുന്നത് ഇത് വലിയൊരു മല തന്നെയാണ്. പക്ഷെ അവൻ അത്രമേലും സ്ട്രോങ് ആയതുകൊണ്ട്, അവൻ വീണ്ടും വീഴ്ചയിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചത് കൊണ്ടാണ് അവന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് കയറിയിട്ട് അതിന്റെ മുകളിൽ എത്തിച്ചേർന്നത്. സ്റ്റോറിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്മാറിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരുണ്ടാവും. അത് ചെയ്യുമ്പോഴായിരുന്നാലും ശരി, ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമായിരുന്നാലും ശരി, ഞാൻ പറഞ്ഞതല്ലേ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അവര് പറയുന്നൊന്നും കേൾവി കൊള്ളാതെ, അവർ പറയുന്നത് മൈൻഡ് ചെയ്യാതെ നമ്മൾ ആ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ലാസ്റ്റ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഫെയിൽ ആവേക്കാം, വീണ്ടും നിങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും ഫെയിൽ ആവേക്കാം. ലാസ്റ്റ് ഓഫ് ദ റിസൾട്ട്, നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഇതിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ അതിനുള്ള റിസൾട്ട് കിട്ടിയേക്കാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഫെയിൽ ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ ഫെയിൽ ആയത്. ബി പ്രൗഡ് ഓഫ് ദാറ്റ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞെങ്കിൽ, നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കുറെ ആൾക്കാർ അവഗണിക്കും, അത് ചെയ്തിട്ട് നിനക്ക് കാര്യമില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ നിങ്ങൾക്ക് അത് സന്തോഷം തരുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ ആ പ്രോസസ്സ് നിങ്ങൾ ഭയങ്കര നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. ഞാൻ എന്നെ കുറെ ദിവസമായി വിചാരിക്കുന്ന കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ തുടങ്ങണം. ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, നമുക്ക് ഇഷ്ടം പോലെ ഐഡിയാസ്, നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ക്രിയേഷനോ കാര്യങ്ങളോ ചെയ്യാനുള്ള ഒരു ഐഡിയാസ് ഇല്ലെങ്കിൽ ജസ്റ്റ് ChatGPT-നോട് ചോദിക്കാം. നമുക്ക് ഉള്ള നല്ല നല്ല ഐഡിയാസ് എന്താണ്, നിങ്ങൾ ഇൻട്രസ്റ്റ് ഇതിലാണോ, അതിനെ പറ്റിയിട്ട് ജസ്റ്റ് ചോദിക്കാം. ഇപ്പൊ നമ്മുടെ നിലവിൽ കുറെ റിസോഴ്സസ് ഉണ്ട്. ഇതാണ് എന്റെ ആദ്യത്തെ കണ്ടന്റ് ക്രിയേഷൻ വീഡിയോ, ഇതാണ് എന്റെ ആദ്യത്തെ വീഡിയോ. ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചെയ്തു, എനിക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു പ്രോസസ്. പക്ഷെ ഈ ഒരു പ്രോസസ്സ് ഞാൻ ചെയ്യുന്നത്, ആ വീഡിയോ ആംഗിൾ വെക്കുന്നത്, സംസാരിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് നമ്മളുള്ള മിസ്റ്റേക്ക്. ഞാൻ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്ന ആളല്ല, ഞാൻ അത്രമേൽ അക്ഷരസ്ഫുടതയോടെ സംസാരിക്കുന്ന ആളല്ല. എനിക്ക് അറിയുന്ന പോലെ ഞാൻ ഇംഗ്ലീഷും മലയാളവും നമ്മളൊരു നോർമൽ പേഴ്സൺ അടുത്ത് അങ്ങനെ അതേപോലെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു, ചെയ്യാൻ തുടങ്ങി. അപ്പോ ഇതൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളിപ്പോ എന്താണ് വിചാരിച്ചിട്ടുള്ളത്? നിങ്ങളൊരു ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു കാര്യം അവധിക്ക് വെച്ചിട്ടുണ്ടാവുമല്ലോ, അവധിക്ക് വെച്ചിട്ടുള്ളതെല്ലാം മാറ്റി വെക്കാം, തുടങ്ങാം, ജസ്റ്റ് തുടങ്ങാം. നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും സ്ട്രഗിള്. ഇപ്പൊ ഈ വീഡിയോ ഇപ്പൊ എനിക്ക് ഇന്നിപ്പോ എന്റെ ഡേ 1 ആണ്. പക്ഷെ ഞാനിപ്പോ നാളെ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പോ ഇത് ഇത് നമ്മൊരു ഒരു ഫണ്ടിന് വേണ്ടി ചെയ്യാം. ആരെങ്കിലും നോക്കുന്നോ, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്നോ, നമുക്ക് ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ടോ, അതൊന്നുമല്ല. ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ചെയ്ത് തുടങ്ങേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ചെയ്ത് തുടങ്ങിയാൽ നമ്മൾ അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ തുടങ്ങും. കൺസിസ്റ്റൻസി വേണം, മോട്ടിവേറ്റഡ് ആയിരിക്കണം. അതേപോലെ നമ്മൾ ചെയ്യുന്ന ടോപ്പിക്ക് നമ്മൾ ഫസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുക, കാര്യങ്ങളെല്ലാം റൈറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി ഫോളോ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു ഫോർ യുവർ വാച്ച്. താങ്ക് യു.